ലോകരാജ്യങ്ങളുടെ എതിർപ്പിനിടെ ഹോർമുസിൽ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധത്തിന് തുടക്കമായി. ഇറാന്റെ കപ്പലുകൾ അടുത്തുവന്നാൽ തകർത്തു കളയുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെയുള്ള യുദ്ധമാണ് അമേരിക്കയുടെ നടപടിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. അതിനിടെ തനിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച ട്രംപിന് മറുപടിയുമായി ലിയോ 14 മാർപ്പാപ്പ രംഗത്തെത്തി. ഇന്ത്യൻ സമയം രാത്രി 7:30 ഹോർമുസിൽ അമേരിക്കയുടെ ഉപരോധം ആരംഭിച്ചത്. ഇറാൻ തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകൾക്കുമാണ് ഉപരോധം ബാധകമാകുക. ഇറാന്റെ കപ്പലുകൾ അടുത്തുവന്നാൽ തകർത്ത് കളയുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ട്രംപിന്റെ ഭീഷണി. മയക്കുമരുന്ന് മാഫിയ ബോട്ടുകളെ തകർത്തതുപോലെ ഇറാന്റെ കപ്പലുകളെ തകർക്കും. ഇറാന്റെ നാവികസേനയെ കടലിന്റെ അടിത്തട്ടിലേക്ക് പറഞ്ഞയച്ചുവെന്നും 158 കപ്പലുകൾ ഇതുവരെ തകർത്തെന്നും ട്രംപ് വ്യക്തമാക്കി. അവശേഷിക്കുന്ന ഇറാനിയൻ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ ഉപരോധ മേഖലയിലേക്ക് വന്നാൽ നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഉപരോധത്തെ UK പിന്തുണയ്ക്കില്ലെന്നും ട്രംപിന്റെ തീരുമാനം തെറ്റാണെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രതികരിച്ചു. ഹോർമുസ് തുറക്കാൻ ബഹുരാഷ്ട്ര ദൌത്യം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും അറിയിച്ചു. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാൻ ഈ ആഴ്ച ലണ്ടനിലോ പാരീസിലോ അന്താരാഷ്ട്ര ഉച്ചകോടി നടക്കും. ഹോർമുസ് തുറക്കണമെന്നാവശ്യപ്പെട്ട് ചൈനയും റഷ്യയും യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീണ്ടും ശ്രമിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് അറിയിച്ചു. അതിനിടെ മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപിന്റെ പ്രസ്താവനയെ അപലപിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രംഗത്തെത്തി. മാർപ്പാപ്പയെ അധിക്ഷേപിക്കുന്നത് സമാധാനത്തിന്റെ പ്രവാചകനായി ആദരിക്കുന്ന യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പെസഷ്കിയാൻ പ്രതികരിച്ചു. ട്രംപ് ഭരണകൂടത്തെ ഭയക്കുന്നില്ലെന്നും യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നത് തുടരുമെന്നും ലിയോ 14 മാർപ്പാപ്പ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.